മുൻ ഇലക്ഷൻ കമ്മീഷണർ രാഹുൽ ഗാന്ധിയുടെ അന്നനാളത്തിൽ തീയിട്ടിരിക്കുകയാണ്. വോട്ട് ചോരി എന്ന് പറഞ്ഞ് യാത്രയും നടത്തി അവസാനം ആ ബോംബ് പൊട്ടിയതുമില്ല. ഇപ്പൊ വിനയനാലും ചെന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ? രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയ ആക്ഷേപത്തിൽ തീരെ കഴമ്പില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. കുറച്ചൊക്കെ അതിൽ ഉണ്ട്, വസ്തുതയുണ്ട്. കാരണം തെളിവുകൾ സംസാരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ദേശീയ മാധ്യമങ്ങളടക്കം എന്തിന് നമ്മുടെ തൃശ്ശൂരിൽ പോലും അത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നുള്ളതിന് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞ് അത് CPM കൊണ്ടുവന്ന ആളുകളാണ്. അങ്ങനെ പറയാൻ ആർക്കും പറ്റുമല്ലോ. പക്ഷെ വാസ്തവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരു മുറിയുള്ളൊരു ഫ്ലാറ്റിൽ 30-40 പേർ അവിടെ താമസിച്ചിരുന്നു. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് വോട്ട് ചെയ്തു. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പല പഞ്ചായത്തുകളിൽ വോട്ട്. ഇതൊക്കെ സാമാന്യ യുക്തിക്ക് ചിന്തിച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പറയുന്നത് ഇതിൽ വസ്തുതയില്ല എന്നാണ്. നേരത്തെ തന്നെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പറഞ്ഞ് തടിയൂരി. ഇപ്പോൾ മുൻ ഇലക്ഷൻ കമ്മീഷണർമാർ അയാളുടെ പേര് ഒന്ന് SY ഖുറേഷി, ഒന്ന് OP റാവത്ത്, ഒന്ന് അശോക് ലാവസ. ഇവർ 3 പേരും ഇന്ത്യ ടുഡേ എന്ന ദേശീയ മാധ്യമം നടത്തിയ കോൺക്ലേവിൽ, നമ്മുടെ ഈ മനോരമ ന്യൂസ് കോൺക്ലേവ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മലയാളത്തിൽ, ഇതേപോലെ ഇന്ത്യ ടുഡേ നടത്തിയ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ആധികാരികത വലിയ രീതിയിൽ സംശയിക്കപ്പെടുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി എന്ന ആക്ഷേപം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് അതിൻ്റെ വാസ്തവം എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ആദ്യം മറുപടി പറഞ്ഞത് അശോക് ലാവസയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതായത് ഈ വോട്ടർ പട്ടിക സംബന്ധിച്ച് ഈ പറയുന്ന വ്യാപക ക്രമക്കേട് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് സമ്പൂർണമായി അത് കുറ്റമറ്റതാണെന്ന് നമുക്ക് ഒരു കാലത്തും പറയാനൊക്കില്ല. ചരിത്രം പരിശോധിച്ചാൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ എല്ലാ കാലത്തും ഉണ്ടാകും. അത്ര തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പരമാവധി പ്രശ്നരഹിതമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത്തരം ഗുരുതരമായ ആക്ഷേപങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല, ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. നമ്മുടെ ട്രാക്ക് റെക്കോർഡ്, നമ്മുടെ മുൻകാല ചരിത്രം ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ഷന്റെ നടപടിക്രമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്ര വലിയ പിഴവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. അതേപോലെ അദ്ദേഹം പറയുന്നത് ഈ വോട്ട് ചോരി എന്ന പ്രതിപക്ഷ ആക്ഷേപം അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു തെരഞ്ഞെടുപ്പ് സീസൺ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാതികൾ ഉയർന്നു വരിക അത് സ്വാഭാവികമാണ്. അത്തരത്തിൽ ഉള്ള രീതിയിലാണ് ആ രീതിയിലെ അങ്ങനെ വ്യാഖ്യാനിക്കുക അത്തരത്തിലാണ് വ്യാഖ്യാനിക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ ക്രമക്കേട് ഉള്ളത് സംബന്ധിച്ച് തനിക്ക് തെളിവുകളില്ല, തൻ്റെ ബോധ്യത്തിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അതുമാത്രമല്ല, അടിസ്ഥാനപരമായി നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. കാര്യം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ തന്നെയും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് തെളിയിക്കുക അസാധ്യമാണ്. അത് അവർ തന്നെ വെളിപ്പെടുത്തേണ്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം തെളിയിക്കുക അസാധ്യമാണെന്നാണ് ലാവസ പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യത, ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന വിഷയമാണ്. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ പരിഗണിക്കട്ടെ എന്നുള്ളതാണ് അശോക് ലാവസ പറയുന്നത്. ഇനി മറ്റൊരു ഉദ്യോഗസ്ഥൻ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്ന OP റാവത്ത്, അദ്ദേഹവും പറയുന്നത് ഇതൊരു രാഷ്ട്രീയ ആരോപണം എന്ന് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരും. ഇത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം കാണാനുള്ള വേദി എന്ന നിലയിലാണ് പലരും തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഏതെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കുക അല്ലെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കുക, അപ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയരായാൽ പരാജയപ്പെട്ടാൽ ജനവിധി എതിരായി എന്ന് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ ജനകീയമായി പരിഹാരം കാണാൻ വേണ്ടി ഇത്തരം ആക്ഷേപം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇതിനെ പരിഗണിക്കേണ്ടതെന്ന് പറയുന്നു. പിന്നെ പറയുന്നു, ഇലക്ഷന്റെ സമയത്ത് ഇത്തരം ഒരു പ്രശ്നങ്ങൾ, ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടായാലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് ബാധിക്കാറില്ല. വളരെ സുഗമമായി ഇലക്ഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. പിന്നെ ഇത്തരം ഒച്ചപ്പാടുകൾ ഉണ്ടാകും, അത് ആ രീതിയിൽ തന്നെ പരിഗണിക്കണം എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം ഒരു പ്രധാന സംഗതി പറയുന്നു, ഇന്ത്യയിലെ ഇലക്ഷൻ നടപടിക്രമം അത് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പോലെ
ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെടുന്ന ഒരു മാതൃകയാണ് ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുമാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ പോലും ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഏറ്റവും സുതാര്യമായും ഏറ്റവും കുറ്റമറ്റതായും ഏറ്റവും നീതിപരമായും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നമുക്കറിയാം, ഏതാണ്ട് ഒരു മാസം മുമ്പാണ് നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം പല മണ്ഡലങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ഏതാണ്ട് 7 അടുക്ക് രേഖകൾ ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തരത്തിൽ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ ഡിജിറ്റൽ സംഗതികൾ കൊടുക്കാത്തതിനാൽ അദ്ദേഹത്തിന് അതിന്റെ ഹാർഡ് കോപ്പി പ്രിന്റ് ആയിട്ടുള്ളതാണ് കിട്ടിയത്. അത് എല്ലാം പരിശോധിച്ചിട്ട് കണ്ടെത്തുക വളരെ പ്രയാസകരമായ സംഗതിയാണ്. അപ്പൊ അദ്ദേഹം ബാംഗ്ലൂരിലെ മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിലെ മാത്രം ഒരു ഏകദേശ കണക്ക് പുറത്തുവിട്ടു. അവിടെ മാത്രം ഏതാണ്ട് 1,250,000 വോട്ട് അപഹരിക്കപ്പെട്ടു. അതിന് അദ്ദേഹം പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടുണ്ട്, അതായത് ഒരാൾക്ക് ഒന്നിലധികം വോട്ട്, പിന്നെ ചിലരുടെ വോട്ട് അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ചിലത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതേപോലെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അല്ലെങ്കിൽ വ്യാജ മേൽവിലാസങ്ങളുടെ പേരിൽ പലരും വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടി. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഫ്ലാറ്റ് നമ്പറിൽ മാത്രം ഏതാണ്ട് 36 പേർ, ആ ഫ്ലാറ്റ് ഏതാണെന്നുള്ളത് പിന്നീട് ദേശീയ മാധ്യമങ്ങൾ അവിടെ പോയി, കേരളത്തിൽ നടക്കം മലയാളം മീഡിയകളൊക്കെ പോയി അവിടെ റിപ്പോർട്ട് ചെയ്തു. ഒരു ഒറ്റമുറി ഫ്ലാറ്റ്, അവിടെ 36 പേർ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ശ്വാസം മുട്ടി മരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചും ഉയർന്നു വന്നിരുന്നു. അവിടെയും ഇതേപോലെ അടഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകളുടെ മേൽവിലാസത്തിൽ പലരും വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയതായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണ്. അത് സത്യമാണ്. കാരണം ആ വോട്ടേഴ്സ് ലിസ്റ്റ് ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റ് ആണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട്. അവർ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഇല്ല, മറ്റ് പല പഞ്ചായത്തുകളിൽ അവർ വോട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ട്. ഈ മൊത്തം എല്ലാം ഇങ്ങനെയാണെന്നല്ല, പക്ഷേ ഏറിയ പങ്കും അതിൽ വസ്തുതയുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ സാമാന്യ യുക്തിയിൽ മനസ്സിലാക്കാൻ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഒരിടത്തും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഈ ആക്ഷേപം ഉന്നയിച്ചതിൽ അതിൽ സാങ്കേതിക പിഴവില്ല എന്നുള്ളതാണ് അവർ വാദിക്കുന്നത്. അവരൊരു ഉദാഹരണമായിട്ട് ബീഹാറിൽ, അടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലാണ്. അപ്പോൾ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്ന് പുനഃക്രമീകരിച്ചു, അല്ലെങ്കിൽ ഒരു പുനഃപരിശോധന നടത്തി. അതിനെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിലൊരു റിവിഷൻ നടത്തി അവർ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ സംബന്ധിച്ച പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ അവരുടെ എന്താ പറയുക മൊഴി അത് വീഡിയോയിൽ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു. അതുമാത്രമല്ല, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അടക്കം ഉള്ള മറ്റ് സംഗതികളെല്ലാം അതത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിച്ച് കുറ്റമറ്റതാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നുള്ളതടക്കമുള്ള അവകാശവാദങ്ങളുമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ആ ആരോപണത്തിന് മുനയൊടിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി കുപ്പിയിൽ നിന്ന് പുറത്തുവിട്ട ആ ഭൂതം അത് ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. അത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ തുടരട്ടെ. വസ്തുത എന്തെന്ന് കുറച്ച് വൈകിയാണെങ്കിലും പുറത്തു വരുമെന്ന് വിശ്വസിക്കാം.